ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇന്ന് നിങ്ങളുടെ ദിവസത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും, ഏത് ദൗത്യത്തിനായി പോയാലും, അവിടെയെല്ലാം ദൈവകരങ്ങളും ദൈവാത്മാവും നിങ്ങളുടെ ഒപ്പമുള്ളതിന് ദൈവത്തിന് നന്ദി പറയുന്നു. മക്കളെ ഓർത്ത് വിലപിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ഓർത്ത് കരയുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന്, എല്ലാ വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനമാണ്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. 7-മതായി കർത്താവ് പറയുന്ന കാര്യം, സഹോദരരുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. നമ്മുടെ സ്വന്തം സഹോദരർക്കിടയിലാണേലും, വിശ്വാസികളായ സഹോദരർക്കിടയിലാണേലും ആരാണോ ഭിന്നത വിതയ്ക്കുന്നത്, അത് മ്ലേച്ഛമായി ദൈവമായ കർത്താവ് കരുതുന്നു. നമ്മുടെ കണ്ണുകൊണ്ടോ, നാവുകൊണ്ടോ, കൈകൾ കൊണ്ടോ, ഹൃദയം കൊണ്ടോ, പാദങ്ങൾ കൊണ്ടോ, അസത്യം കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്താലും അത് മ്ലേച്ഛതയാണ്. ഈ 6 കാര്യങ്ങളും ദൈവമായ കർത്താവ് വെറുക്കുന്നതാണ്. അതിൽ 7-മതൊന്നുകൂടി ചേർത്തിരിക്കുകയാണ്, നിന്റെ സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, അവനും മ്ലേച്ഛനാണ്. അങ്ങനെയുള്ളവർ തിരികല്ല് കെട്ടി സമുദ്രത്തിൽ പോയി ആത്മഹത്യ ചെയ്യട്ടെ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. മറ്റുള്ളവർ കുതപ്പുണ്ടാക്കുന്നവൻ, അവൻ സ്വയം നശിക്കാൻ വചനത്തിലൂടെ കർത്താവ് പറയുക. ഭിന്നത ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് അവൻ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ചുറ്റും നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഈ സമയം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് സുഭാഷിതങ്ങളിലൂടെ ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. സഹോദരർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവൻ, അവൻ ദൈവത്തിൻ്റെ മുന്നിൽ മ്ലേച്ഛമായി കരുതപ്പെടുന്നു. നമ്മൾക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഈ 7 കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കാതിരിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവായിട്ടുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വേഗം ഓടാം. ആ കുറവ് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം നേടാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയും
ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അതെല്ലാം ഇന്ന് അനുഗ്രഹമായി മാറും. കർത്താവിൻ്റെ സമാധാനം ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയും ഇത് പങ്കുവയ്ക്കുകയും മറ്റുള്ളവരിലേക്ക് ഒരു ദൂത് പോലെ ഈ വചനം അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെയെല്ലാം ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.